ഇതുവരെ കാര്യങ്ങളൊക്കെ നന്നായി പോയില്ലേ ജോൺസാ? പിന്നെ പറയാനുണ്ടോ? സിസിലിക്കും മോൾക്കും ഒക്കെ എന്ത് സന്തോഷമായിരുന്നോ. ഇനിയിപ്പോ ഊണിന്റെ കാര്യം കൂടി നന്നായാൽ മതി. ഊണിന്റെ കാര്യത്തിന് എന്താ സംശയിക്കാനുള്ളത്? ആറ്റുവാശ്ശേരി സദ്യക്ക് ഒരു വീഴ്ച വരുവോ? ജോൺസൺ അങ്ങോട്ട് ചെല്ല്. ശരി. നേരത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനെ കുറിച്ച് വിഷമം പറഞ്ഞില്ലേ മോള്? അപ്പോ രാധിക പ്ലാൻ ചെയ്തതാ ഒരു കുഞ്ഞു സർപ്രൈസ്. ചേച്ചി മോളുടെ കൈ പിടിച്ചു കേക്ക് മുറിച്ചേ. മേഘമോളെ, നമുക്ക് ഈ കൊച്ചു സന്തോഷം പോരെ? ഇത് കൊച്ചു സന്തോഷമൊന്നും അല്ല, എനിക്ക് ഒരുപാട് സന്തോഷായി. കേക്ക് മുറിച്ചേ. ചേച്ചി കേക്ക് മുറിച്ചേ. Happy birthday to you. Happy birthday to you. Happy birthday dear Megha. Happy birthday to you. Happy birthday. ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ് ചേച്ചി, താങ്ക്സ് ചേട്ടാ. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. കുട്ടികൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പറയുമ്പോഴേ അത് നിഷേധിക്കാനൊന്നും നിന്നൂടാ. എങ്ങനെയില്ല അത് നടത്തി കൊടുക്കണം. അവരൊരുപാട് വലിയ വലിയ കാര്യങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമില്ലേ ചോദിക്കുന്നുള്ളൂ. മേഘമോളെ, അടുത്ത തവണ മോളുടെ ബർത്ത്ഡേ നമുക്ക് ആറ്റശ്ശേരിയിലെ ചേച്ചിയുടെ വീട്ടിൽ വെച്ച് വലിയ പന്തലൊക്കെ ഇട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. താങ്ക് യു ചേച്ചി. അതെ, ഊണ് വിളമ്പാ കേട്ടോ. അപ്പൊ നമുക്കിനി അങ്ങോട്ട് നിൽക്കാല്ലേ? കഴിച്ചോ. കഴിഞ്ഞ ഉടനെ വീട്ടിലേക്ക് പോവാം. സാർ, ഊണ് വിളമ്പ കേട്ടോ. അങ്ങോട്ടിരിക്കാം. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഇരിക്കാം. അച്ഛാ ഇരിക്കേ. സാർ, ഭക്ഷണം കഴിക്കാം. വാ. എനിക്കിപ്പോ വിശപ്പില്ല ജോൺസൺ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടുകാർക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാം, അല്ലേ സാർ? പിന്നെ ഇതുവരെ കാര്യങ്ങളൊക്കെ നന്നായി പോയില്ലേ ജോൺസാ? പിന്നെ പറയാനുണ്ടോ? സിസിലിക്കും മോൾക്കും ഒക്കെ എന്ത് സന്തോഷമായിരുന്നോ. ഇനിയിപ്പോ ഊണിന്റെ കാര്യം കൂടി നന്നായാൽ മതി. ഊണിന്റെ കാര്യത്തിന് എന്താ സംശയിക്കാനുള്ളത്? ആറ്റുവാശ്ശേരി സദ്യക്ക് ഒരു വീഴ്ച വരുവോ? ജോൺസൺ അങ്ങോട്ട് ചെല്ല്. ശരി. എങ്ങനെയുണ്ട് കറികളൊക്കെ? എല്ലാം സൂപ്പർ.
ഞാനിപ്പോ വരാം. ഫുഡിന്റെ കാര്യം വേറെ ആരോട് അഭിപ്രായം ചോദിക്കാൻ പറ്റില്ല. ആറ്റുവാശ്ശേരി സദ്യ എന്നല്ല മോളെ, ആറ്റുവാശ്ശേരി മാഹാത്മ്യം എന്നാ ഇതിന് പറയേണ്ടത്. അതിഗംഭീര. നീ ധൈര്യമായിട്ടിരുന്നോ. എല്ലാത്തിനും നല്ല സ്വാദാ മോളെ, നന്നായിട്ടുണ്ട്. അതെ, അമ്മയും അച്ഛനും ഗംഭീര അഭിപ്രായം പറഞ്ഞ സദ്യയെ പറ്റി. അത് പിന്നെ അങ്ങനെയല്ലേ, സ്വന്തം മരുമോൾ ഉണ്ടാക്കിയ സദ്യയെക്കുറിച്ച് ആരെങ്കിലും മോശം പറയൂ? അപ്പൊ അതുകൊണ്ടാണോ? നന്നായിട്ടല്ലേ? ആ, എല്ലാം നന്നായിട്ടാണെന്ന് ചോദിച്ചാലേ ഇവരൊക്കെ അഭിപ്രായം പറയട്ടെ എന്നിട്ടാവും. എന്നാലേ ഞാൻ പായസം വിളമ്പട്ടെ. അതെ, ആർക്കെങ്കിലും കറിയോ മറ്റോ വേണം നോക്കിക്കോ.